എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു നെക്ക് ഡിസൈനാണ്, എംബ്രോയ്ഡറിയും ബീഡും ചേർന്നിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ആദ്യം തന്നെ 4 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 6.5 ഇഞ്ച് ഡെപ്ത്ത് ആണ് ഇതിന് വെച്ചിട്ടുള്ളത്. ഈ നെക്ക് സൈസ് ഇതൊരു ആലില ഷേപ്പിലുള്ള ഒരു നെക്കാണ് നമ്മൾ ചെയ്യണത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോക്കുക, ഈ ഷേപ്പ് നമ്മൾ വരച്ച് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും ആദ്യം. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, നമ്മളിതിൽ 2 നെക്ക് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്കിതിൽ കാണാം, വളരെ ഈസി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വരയ്ക്കുന്നത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ, കാരണം ഇത് കുറച്ച് ദിവസം മുന്നേ ഇത് വരയ്ക്കുന്നത് കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു നെക്കാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും കൂടി ഇവിടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. ഇനി നമുക്കിതിൻ്റെ ഒരു സെക്കൻഡ് പീസും കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ മെയിൻ പാനലിൻ്റെ ബാക്കിൽ നമുക്ക് ഇത് ഒട്ടിച്ചിട്ട് വേണം, ഇതിൽ ആങ്കർ ത്രെഡ് ഇട്ടിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യണത്. അപ്പോൾ നോക്കുക, ഇത് ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടും. അപ്പോൾ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കുക, കാരണം അതിലേ വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. രണ്ട് സൈഡും അതുപോലെ തന്നെ വരയ്ക്കുക. നോക്കുക, നമ്മൾ 2 സൈഡും വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് രണ്ടും നമ്മൾ തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഒന്ന് നെക്ക് പീസ്, അതുപോലെ തന്നെ മറ്റേത് നമ്മൾ മെയിൻ തുണിയിലും ഒട്ടിച്ചെടുക്കുക, എംബ്രോയ്ഡറി ചെയ്യാനുള്ളത്. ഇപ്പോൾ 2 ഒരേ സൈസാണ് കറക്റ്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ ഈ പീസ് ഒട്ടിച്ചെടുത്തിട്ടുള്ളതിൻ്റെ അരികെ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് എംബ്രോയ്ഡറി ചെയ്യലാണ്. അപ്പോൾ നോക്കുക, ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തുണിക്ക് മാച്ചാവുന്ന കളറ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളൊന്നും തന്നെ യൂസ് ചെയ്യണില്ല, ആ തുണിയോട് ചേരുന്ന കളറുകൾ. അപ്പോൾ ഇതൊരു ഗ്രേ കളറാണ് ഈ തുണി, അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ബ്ലാക്ക് നൂല് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആങ്കർ ത്രെഡ് ബോബിനിൽ ചുറ്റിയതിന് ശേഷം അത് നമ്മൾ ബോബിൻ കേസിൽ ഇടുക കറക്റ്റായിട്ട്. അപ്പോൾ മുകളിൽ നമ്മൾ സാധാരണ ത്രെഡ് തന്നെ ഇടുന്ന മെഷീനിൽ. അപ്പോൾ അതിനുശേഷം ഇത് കണ്ടു, ഈ നെക്കിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് കറക്റ്റായിട്ട് അതിനും കൂടി ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 4 ലൈനാണ് നമ്മളിതിൽ തയ്ക്കുന്നത്, അടുപ്പിച്ച് 2 ലൈൻ.
അപ്പോൾ ബിഗിനേഴ്സിന് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ സാധാരണ വരുന്ന നെക്കുകൾ, റെഡിമെയ്ഡ് നെക്കുകൾ വരുമ്പോൾ അതിൽ ഇതുപോലെയുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നെക്കലും കൂടിയും വർക്ക് കൊടുക്കാം. കാരണം ഇത് സിംഗിളായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്കിൽ വർക്ക് ഇല്ലാത്തതുകൊണ്ട് അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ ലൈൻ നമ്മൾ ബീഡ് വർക്ക് അവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാവും ചെയ്തു എന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വർക്കായി മാറും അത്. അപ്പോൾ ഇതുപോലെ തൊട്ട് 2 ലൈൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പല്ലിൻ്റെ വീതിക്ക് അടുത്ത 2 ലൈനും കൂടിയും കറക്റ്റായിട്ട് തയ്ച്ച് പോരുക. അത്രയാണ് ഇതിൽ പണിയുള്ളൂ. നമുക്ക് വളരെ ഭംഗിയുള്ള നെക്കാക്കി മാറ്റാൻ പറ്റും. സാധാരണ റെഡിമെയ്ഡ് നെക്കുകൾ വരുന്ന നെക്കുകളെല്ലാം വളരെ ഭംഗിയുള്ള നെക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇനി കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് ഒരു പല്ലിൻ്റെ വീതിക്കാണ് ഈ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോരുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധാരണ എല്ലാ മെഷീനുകളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എംബ്രോയ്ഡറികൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെയ്തെടുത്ത് നല്ല ഭംഗിയിലുള്ള നെക്കുകളാക്കി മാറ്റാം. നമുക്ക് ഭംഗിയില്ലാത്ത നെക്കുകൾ ഏത് തന്നെയാണെങ്കിലും നമുക്കിതുപോലെ എംബ്രോയ്ഡറി ചെയ്ത് നമുക്കതിൽ ബീഡ് വർക്കോ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് നമുക്ക് ആ നെക്കൊക്കെ നല്ല ഭംഗിയുള്ള നെക്കാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ ബീഡ് കൈകൊണ്ട് തുന്നി പിടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ സൂചിയും നൂലും ഉപയോഗിച്ച് കൈകൊണ്ട് ബീഡ്സ് ഇതിൽ നിങ്ങൾക്ക് തുന്നി പിടിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൽ ബീഡ് ഒരു വരി ബീഡാണ് കൊടുക്കുന്നത്. അത് ആ നെക്ക് ലൈനിനോട് ചേർത്തി കൊടുക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഈ നെക്ക് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് പ്രഷർ ഫുട്ട് ഇട്ടിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ബീഡിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ, നെക്കിനോട് ചേർത്തി ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഈ വക നെക്കാണെങ്കിൽ ഇത് ഏറ്റവും ആദ്യം തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ റെഡിമെയ്ഡ് വരണതിൽ നമുക്ക് പലതിലും ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ താഴെ മാത്രം ഡിസൈനുള്ളതും മുകളിൽ ഡിസൈൻ ഇല്ലാത്തതുമായ നെക്കുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ ആദ്യം തന്നെ ഇത് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യും ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ 2 നെക്കും ഒരേ സൈസിൽ തന്നെ വെട്ടിയെടുത്താലാണ് നമുക്ക് ഇതുപോലെ ഒരേ ലൈനിൽ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലെന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ എഡ്ജുകൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ നെക്കുകൾ. വളരെ നിസ്സാര ചിലവിൽ നമുക്ക് നല്ല ഡിസൈനുകൾ ഇങ്ങനെ ചെയ്തെടുക്കാം. കാരണം ഈ ഒരു ആങ്കർ ത്രെഡിൻ്റെയും ഈ ബീഡ്സിൻ്റെയും ചിലവാണുള്ളത്. അപ്പോൾ ബീഡ് വർക്ക് ചെയ്തിട്ടുള്ള നെക്കുകൾ പോലും നമുക്ക് ഓൾട്ടർ ചെയ്ത് നല്ല നെക്കുകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ എല്ലാത്തിലും ഈ ബീഡ് വെച്ച് തയ്ച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്യുക. ആ ഒരു സീൻ ഞാനതിൽ കാണിക്കുന്നില്ല, കാരണം അത് നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്ന ഒരു പണിയാണ്, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പണിയായതുകൊണ്ട്. ഇപ്പോൾ നോക്കുക, നമ്മൾ തീർന്ന നെക്ക് ലൈനാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.